പാലക്കാട് കണ്ണാടി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടിയെടുത്ത മാനേജ്മെന്റ് പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സസ്പെൻഡ് ചെയ്തു. അധ്യാപിക രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ മാനേജ്മെന്റ് നടപടിയെടുത്തിരിക്കുകയാണ്. പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. പ്രധാന അധ്യാപികയായിട്ടുള്ള ലിസിയെയും അതുപോലെ തന്നെ ഈ ക്ലാസ് ടീച്ചറെയും ഈ ആരോപണ വിധേയമായിട്ടുള്ള ക്ലാസ് ടീച്ചർ ആശയെയും ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഒരു നടപടി എടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഈ അധ്യാപികക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്കൂളിലേക്ക് സംഘടിച്ചെത്തിയ വിദ്യാർത്ഥി സംഘടനകൾ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അർജുൻ മരിക്കാനിടയായത് ഈ അധ്യാപികയുടെ ഭീഷണി മൂലമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഈ വിദ്യാർത്ഥിയെ കൊലക്ക് കൊടുത്തതാണ് ഈ അധ്യാപികയെ പിരിച്ചുവിടണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് സ്കൂളിലേക്ക് DEO AE അടക്കമുള്ള ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയത്. തുടർന്ന് നടത്തിയ മാനേജ്മെന്റ് തലത്തിലാണ് ഇപ്പോൾ അധ്യാപികക്കെതിരെ പ്രധാന അധ്യാപികക്കെതിരെയും ക്ലാസ് ടീച്ചർക്കെതിരെയും നടപടിയെടുക്കാൻ തീരുമാനം ആയിട്ടുള്ളത്. 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായിട്ടാണ് നിലവിൽ ഇപ്പോൾ മാനേജ്മെന്റ് അറിയിക്കുന്നത്. ചുമതലയിൽ നിന്നും ഈ അധ്യാപികയെയും ഈ പ്രധാന അധ്യാപികയെയും ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇടപെട്ട സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു മാനേജ്മെന്റ് തലത്തിൽ യോഗം ചേർന്നതും ഉടനടി പ്രധാന അധ്യാപികയായിട്ടുള്ള ലിസിയെയും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ആശയെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള അർജുനെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. യൂണിഫോം പോലും മാറാതെയായിരുന്നു കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ഈ അധ്യാപിക ക്ലാസ്സിലെ ടീച്ചർക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണം ഈ കുടുംബം ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ അധ്യാപിക ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ ജയിലിലടക്കം മറ്റു നടപടി സ്വീകരിക്കും എന്നതടക്കം ഉന്നയിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിൽ മനംനൊന്താണ് ഈ കുട്ടി ജീവനൊടുക്കിയെന്നാണ് നിലവിൽ ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൽ ഈ അധ്യാപികക്കെതിരെ ഗുൽമന്ദം പോലീസിൽ ഈ മാതാപിതാക്കൾ ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ 14കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. പ്രധാന അധ്യാപികയായിട്ടുള്ള ലിസിയെയും ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ആശയെയും 10 ദിവസത്തേക്കാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയോടെ നടന്ന ഈ യോഗത്തിൽ DEO AE അടക്കം യോഗത്തിൽ കുട്ടികളുടെ വിശദീകരണം കൂടി തേടിയിരുന്നു. അതിലായിരുന്നു ഈ കുട്ടിയുടെ കയ്യിൽ ഈ ടീച്ചർ അടിച്ച പാടുണ്ട്, മറ്റു ഭീഷണി സ്വരങ്ങളാണ് കുട്ടിക്കെതിരെ ഈ അധ്യാപിക മുഴക്കിയത് എന്നതെല്ലാം വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു, അല്ലെങ്കിൽ ഈ യോഗത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർ നടപടിയെന്നോളമാണ് ഇപ്പോൾ രണ്ടുപേരെ, പ്രധാന അധ്യാപികയായിട്ടുള്ള ആശയെയും
അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറെയും 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള നടപടി സ്കൂൾ മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസും ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ പ്രധാന ക്ലാസ് ടീച്ചറായിട്ടുള്ള ആശയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുഴൽമന്ദം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ദീപ്തി, ശരി. ഈ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ മാനേജ്മെന്റ് നടപടിയെടുത്തിരിക്കുകയാണ്. പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അധ്യാപിക രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.